കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തോന്നാ ഗുരു, അടുപ്പില് ചുക്കില് വല കെട്ടിയിരിക്കുന്ന ആശാന് 1.5 വർഷത്തേക്ക് ബുക്കിങ്ങോ? സൊമാലിയിലെ ചക്കപ്പഴം വീണിട്ട് അവസ്ഥയിലല്ലേ നമ്മള്? എടാ, വക്കീലന്മാര്, ഡോക്ടർമാര്, ഫോട്ടോഗ്രാഫർമാര്, ഈ 3 കൂട്ടരും എപ്പോഴും തിരക്കാണെന്ന് ഭാവിച്ചാല് കൂടുതൽ വർക്ക് കിട്ടും. മനസ്സിലായ? അപ്പൊ കൂടുതൽ തിരക്കാവും. അങ്ങനെ നമുക്ക് തിരക്കില്ലെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ളവരെ കാത്തിരുത്തണം. മനസ്സിലായ? ഏതാണ്ടൊക്കെ മനസ്സിലായി. ബാക്കി ഞാൻ നിനക്ക് പോണ വഴിക്ക് പറഞ്ഞുതരാം. ബാഗ് എടുത്ത് മടി വെച്ചോടാ. പെട്ടെന്നാവട്ടെ, ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും തിരക്ക് കാണിക്കുമെന്ന്. കയറ് കയറ്. എടാ, പിന്നെ എണ്ണടികൾ ആശ കൊണ്ടല്ലേ ഗുരു? എടാ, അസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും നീ ഓർമ്മ വെച്ചോണം കേട്ടാ. പെട്രോടിക്കല്ലെങ്കിൽ നീ എന്നെ സഹായിക്കണം. അതാണ് അസിസ്റ്റന്റ്. ഇങ്ങോട്ട് വന്നിരിക്കേ. മോൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പറ. സേമിയ പായസം കഴിക്കാൻ കൊതി തോന്നുന്നുണ്ട്. അതിനെന്താ, ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. നിങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കേട്ടോ. ആ പിള്ളേച്ചാ, പിന്നെ ഇന്നേ മോളുടെ വിവാഹ വാർഷികമാണ്. ആണോ? നമുക്കിത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആയിക്കോട്ടെ. ഉത്സവം ആഘോഷിക്കണം. ഇന്ന് ഈ വീട്ടിൽ ഉത്സവമായിരിക്കണം കേട്ടോ. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോ? ഓ, ഒന്ന് പെട്ടെന്നാവട്ടെ. ശരി സാർ, നോക്കാം മേഡം. ഇങ്ങോട്ടൊന്ന് വന്നേ, ചോദിക്കട്ടെ. വാ, നടക്ക്. ഉത്സവം നടക്കട്ടെ. ഒടുവിലൊരു വെടിക്കെട്ടുണ്ട്. അപ്പ ചിതറാൻ പോകുന്നത് ആരാണെന്ന് കണ്ടോ? കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത് കാതിനൊരു കുളിർമയാ. എടാ, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നെഞ്ചും വെച്ചിരിക്കണം. ഒരു ക്യാമറമാന് വേണ്ടത് ശ്രദ്ധയാണ്. മനസ്സിലായ? നമുക്ക് നല്ല ശ്രദ്ധ വേണം. ഗുരു, ഒരു പ്രശ്നം തൊട്ട് മുന്നിലുണ്ട്. എന്താ പ്രശ്നം? ബ്രേക്ക് പിടി. ബ്രേക്ക് പിടിക്കണം. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? ക്ഷമിക്കണം, പറ്റിപ്പോയി. പറ്റിപ്പോയെന്നോ? ഒരബദ്ധം. എന്നെ പിടിച്ച് കൊന്നേനാണ് താൻ. ഞാൻ വേണമെങ്കിൽ ബ്രോയുടെ കാല് പിടിക്കാം. ഒരബദ്ധം പറ്റി. കാലൊന്നും പിടിക്കണേ, പോയാ മതി. ഹോസ്പിറ്റലിൽ മറ്റേ പോണോ? ഞാൻ കൊണ്ടുപോവാ. ബ്രേക്ക് ഇല്ലാത്ത ഈ പാട്ട വണ്ടിയിലല്ലേ എനിക്ക് പോണ്ടതേ? ഹോസ്പിറ്റലിലേക്കാ, അല്ലാതെ മോർച്ചറിലേക്കല്ല. ഇവരൊക്കെ ഓട്ടോ ഓട്ടോ. എങ്ങോട്ടാ? ജനറൽ ഹോസ്പിറ്റൽ. ഗുരു, നമുക്കും പോവാം ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിന്റെ കുഞ്ഞമേരെ വീടാടാ. എടാ, ഒരു പ്ലാസ്റ്റർ വാങ്ങിച്ചൊട്ടിക്കണമെങ്കിലും ഈ ഫംഗ്ഷൻ കവർ ചെയ്താലേ പറ്റുള്ളൂ. ശരി ഗുരു. നീ എന്നെ ബൈക്ക് ഒന്ന് പോക്കാൻ സഹായിക്കും. അസിസ്റ്റന്റ് ഓർമ്മ ഉണ്ടത്? ആ, സഹായി. കയ്യും പോയി. ഗുരു, എന്താടാ? ദേ ഒരു മൊബൈല്. എന്റെ മൊബൈലൊക്കെ എന്റെ ഉണ്ടോ? അതല്ലാന്ന്, ഒരു മൊബൈൽ കിടക്കുന്നു. മൊബൈൽ? നീ വാതിങ്ങ എടുത്തോണ്ടോ.
ഇവനാ? ഓ, അയ്യോ അയാൾ പോയല്ലോ. നീ ഇത് കൈ വെച്ചോ, ആവശ്യമുള്ളവൻ തിരക്കി വരും. നീ ഇവിടെ കയറി. ഓ എന്റെ നടു. ഓ, ഗുരു, ഈ യാത്രയിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു. മഹാന്മാരുമായിട്ട് സമ്പർക്കമുണ്ട്. അങ്ങനെയാടാ. ആട്ടെ, നീ ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? എന്ത് പ്രശ്നം ഉണ്ടായാലും നെഞ്ചു വിരിച്ച് നിക്കണോന്ന്. ഗുരുവിന്റെ നെഞ്ചിന്റെ വിരിവ് ഞാനിപ്പോ കണ്ടല്ലോ. പടപട്ടി. ഗുരു, നമുക്ക് ഭയങ്കര ദൈവാധീന കേട്ടോ. അയാൾക്ക് പകരം വല്ല ലോറിയാണ് എതിരെ വന്നിരുന്നെങ്കിലോ? കരുനാക്കടുത്ത് വളയ്ക്കലടാ. ലോറിയൊന്നും വരല്ലേ എന്റെ കുരിശുമല മുത്തപ്പ. ഇവിടെ ഇരുന്ന സേമ എവിടെ? എന്താ സത്യമേ വേണ്ടത്? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അല്ല, സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. എന്താ? അല്ല, സാധനങ്ങളൊക്കെ എവിടെയാന്ന് കാണിച്ചു തരണ്ടേ? ശരി. സേമിയ, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, നെയ്യ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നീ പൊയ്ക്കോ. പോകാൻ. അവൾ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുവാ. അപ്പൊ ഇവിടുത്തെ കാര്യം സെറ്റായി. പിന്നെ പിള്ളച്ചേട്ടാ, ഈ ബലൂണൊക്കെ ആ സൈഡിൽ മൊത്തം ഫില്ല് ചെയ്തേക്കണേ. ശരി കുഞ്ഞെ. ഇതെങ്ങനെ? ഞാൻ സഹായിക്കണോ? വേണ്ട കുഞ്ഞെ. ഇപ്പൊ നല്ല ഭംഗിയായല്ലോ. അടിപൊളിയായിട്ടുണ്ട്. അതെ, വിഷ്ണുവേട്ടന്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ട് ശാലിനി. അതിപ്പോ എന്നെക്കാൾ നന്നായിട്ട് ആർക്കും അറിയാവുന്ന. ഇവന്റെ കലയുടെ കാര്യമൊന്നും പറയണ്ട. കുഞ്ഞായിരിക്കുമ്പോ ചുവര് മൊത്തം കുത്തി വരച്ച് എത്ര തവണയാ വീട് മൊത്തം പെയിന്റ് അടിക്കേണ്ടി വന്നിട്ടുള്ളത്. ഭാഗ്യം. അതിനു വേണ്ടിയെങ്കിലും പേനയോ പെൻസിലോ കൈകൊണ്ട് തൊട്ടല്ലോ. അതുള്ളതാ. പുസ്തകം അലർജി ആയിരുന്നു അവന്. പിന്നെ സ്കൂളിന്റെ കാര്യം പറയുകയും വേണ്ട. കണക്ക് മാഷിന്റെ മൂട്ടിൽ ഏറുപടക്കം വെച്ച് പൊട്ടിച്ച കഥയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എന്തായാലും ആ സ്കൂളിലോടത്തോളം കാലം ഇവനെ ഓർത്തിരിക്കും. സ്പോർട്സിലൊക്കെ മിടുക്കനായിരുന്നിരിക്കും. അതെ അതെ, നല്ല നാടൻ അടിയും കൂടെ കായിക മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലേ അതൊക്കെ നടന്നേനെ. ഇത് സംഗതി വേറെയാ. ഹിന്ദി ടീച്ചർ ഒരു പീരീഡ് മുഴുവൻ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിയെന്നും പറഞ്ഞ് രാക്ഷസിയെ പോലെ കൊമ്പൊക്കെ വെച്ച് അവരുടെ പടം ഓഡിറ്റോറിയത്തിന്റെ ചുവരിൽ വരച്ചു വെച്ചില്ലേ ഇവൻ. അതും കാര്യമുണ്ട്. അതിന്റെ പേരിലോ? അല്ല, അതിന്റെ പേരിൽ ഇപ്പൊ എങ്ങനെ ഓർക്കാനാ? ആ സ്കൂള് മുഴുവൻ പെയിന്റ് അടിച്ചെടുക്കേണ്ടി വന്നില്ലേ എനിക്ക്? ഒരു സ്കൂള് മുഴുവൻ പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വന്ന സ്റ്റുഡന്റിനെ എങ്ങനെ മറക്കാനാ? അല്ല, അതെ, സ്കൂള് മൊത്തമൊന്നുമില്ല. ഒരു 1000 പേർക്ക് ഇരിക്കാനുള്ള ചെറിയ ഓഡിറ്റോറിയം മാത്രം. അതാ. ഓ ഓ ഓ വലിയ സന്തോഷത്തിലാണല്ലോ എല്ലാവരും. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അല്ല, അർജുനേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്?
വന്നാട്ടെ വന്നാട്ടെ, അകത്തെല്ലാരും കുഞ്ഞിനെ കാത്തിരിക്കുക. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കുഞ്ഞെ. താങ്ക് യു പിള്ളച്ചേട്ടാ. വരൂ. വിഷ്ണുവേട്ടന്റെ വേറൊരു ടൈപ്പായിരുന്നു അർജുനേട്ടൻ. ക്ലാസ്സിൽ കയറില്ല, കോടി പിടിക്കാൻ തന്നെ ആൾക്ക് സമയം തികയില്ല. എന്നെ പറ്റി എന്തോ പഴുദൂഷണമാണെന്ന് തോന്നുന്നു. വാ. ഹായ് വിഷ്ണു. അതെ, താൻ വന്നോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പഠിപ്പുകൾ രണ്ടെണ്ണം കൂടി എന്നെ നിർത്തി പൊരിക്കായിരുന്നു. അല്ലേ, വേറൊന്നുമല്ല, ഈ സ്കൂളിൽ പോകാനുള്ള മടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടേ. ഓ, അതാണോ കാര്യം? ഈ പെണ്ണുങ്ങളെ പോലെ ഞങ്ങൾ ആണുങ്ങൾക്ക് എപ്പോഴും ക്ലാസ്സിൽ കുത്തിയിരിക്കാൻ പറ്റുമോ? അതെ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി പിടിച്ച് നടന്നയാള് ഒരാളെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ ക്ലാസ്സിൽ കയറാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പോശാലേ. അവള് കൈയോടെ പിടി വന്നു. അതെ 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 അതെ. അല്ല, സത്യാമ്മയോടെ പോയി പ്രതി? എനിക്ക് സേമി പായസം കഴിക്കാൻ കൊതി തോന്നുന്നെന്ന് പറഞ്ഞപ്പോ അതുണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയതാ. എന്നാ നീ പോയി വിളിക്കും, നമുക്ക് കേക്ക് മുറിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. നിന്നെയും കൊണ്ട് പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക അമ്മ. അവിടെ ഒരു സെലിബ്രേഷൻ വേണോ അത്രേ. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം അർജുനേട്ടാ. അയ്യോ, ഇതിനിടയ്ക്ക് വിഷയം മറന്നു. കൺഗ്രാറ്റ്സ് അർജുനേട്ടാ. താങ്ക്സ് ഷാലിനി. ഈ കേക്ക് വാങ്ങിച്ചോ. ഹാപ്പി ആനിവേഴ്സറി മോനെ. താങ്ക്സ് അങ്കിൾ. എന്നാ പിന്നെ എന്റെ വക മംഗളാശംസകൾ. താങ്ക് യു. സത്യാമ്മയുടെ പഴയ പ്രീതിയെ ഞാൻ മടക്കി തന്നിരിക്കും. അർജുനേട്ടനൊപ്പം സന്തോഷകരമായ ഒരു ജീവിതവുമായി എന്ന് 30 ദിവസത്തിനുള്ളിൽ പഴയ പ്രീതിയെ സത്യാമ്മയ്ക്ക് ഞാൻ മടക്കി തന്നിരിക്കും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ചിരിയല്ല, കണ്ണീരാ ഇവിടെ വീഴേണ്ടത്. പായസം ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ അമ്മേ? മോളെന്തിനാ ഇങ്ങോട്ട് വന്നേ? പായസം റെഡിയായിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു തരാം. അർജുനേട്ട വന്നിട്ടുണ്ടമ്മേ, കേക്ക് മുറിക്കാൻ വിളിക്കുന്നു. ആ, ഞാൻ വരാം. ശരി. വന്നേ അമ്മേ. അയ്യോ മോളെ. ആ, വാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സുസ്മിതേ, അല്ല നീ ഇതിവിടെ എന്തെടുക്കുക? ഞാൻ പായസായോന്ന് നോക്കാൻ വന്നതാ. ഇതൊന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. ടേസ്റ്റ് നോക്കുന്നോ? വേണ്ട ആന്റി. എന്നാ വേണ്ട. അയ്യോ, ഞാൻ എന്റെ മൊബൈൽ കേക്ക് തയ്യാറായി. നീ കൂടി വാ. വാ.
അമ്മ അർജുൻ, അമ്മേ, വസുമതിയും ചിത്രയും അമ്മയ്ക്ക് രാവിലെ ഞങ്ങളുടെ പേരിൽ ഒരു വഴിപാടുണ്ടത്രേ. ചിത്രയും അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കെ. ഇവിടെ നിന്ന് ചെന്നിട്ട് അവിടെയും ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. അല്ല, ഈ കേക്ക് കട്ടിയുള്ള സമയത്ത് ക്ലീറ്റസിനെ കാണാനില്ലല്ലോ. ഓ, സമയത്ത് എത്തി. ഇറങ്ങടാ ഒന്ന്. ഇറങ്ങുമല്ലേ? ചക്കപ്പഴം പോലെ കയറിയിരുന്നോളൂ. എന്താ ഇത്ര വൈകി? വൈകിയോ? എടാ, നീ റിഫ്ലക്ടർ എടുത്തായിരുന്നു? ആ എടുത്തു. അല്ല, ഇതുപോലുള്ള പെട്ടെന്ന് ഫ്രണ്ട് ഉണ്ടെങ്കിൽ റിഫ്ലക്ടറിന്റെ ആവശ്യമില്ല. ഈ പൊട്ടം തരത്തിട്ട് ലൈറ്റ് നേരെ മുകളിൽ റിഫ്ലക്ട് ചെയ്തോളൂ. ക്യാമറ എറാ. ഇതൊക്കെ എവിടുന്ന് കയറി വരുന്നോ എന്തോ? അമ്മ, ഇനിയിപ്പോ നമുക്ക് അയാളെ കാക്കണ്ടല്ലോ. കേക്ക് കട്ടിയല്ല അച്ഛാ? അതാ അല്ല, അത് മതിയാ. മുറിച്ചേക്കാം. ശരി. എല്ലാരും ജാഗ്രത, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അർജുനേട്ടൻ പേടിക്കണ്ട, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം അയാൾ പറയുന്നത്. ലേശം കിളി പോയതാ. ഓ, ഇയാളെ മാത്രം നിനക്ക് കിട്ടിയുള്ളൂ വിഷ്ണു. അല്ല അമ്മ, ഇത്ര ടൈമിന്റെ ഉള്ളില് ക്വാളിറ്റിയാണ് സത്യമേ എന്റെ മെയിൻ. അതുകൊണ്ടാണ് എല്ലാരും എന്നെ വിളിക്കുന്നത്. എനിക്ക് ക്വാളിറ്റി ക്ലീറ്റസ് എന്നൊരു പേരോടെ ഉണ്ട്. അപ്പോ കിളി ക്ലീറ്റസോ? നീടാ പട്ടി, എന്റെ വരെ നോയ കിളി, അപ്പു കിളി. അതല്ല ഞാൻ നിന്നെ കൂട്ടി നടക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കെടാ. അല്ല ക്ലീറ്റസ്, ഇതാരാ പുതിയൊരാള്? ഇതെന്റെ പുതിയ അസിസ്റ്റന്റ് അപ്പു കിളി. അപ്പൊ പഴയതോ? പഴയത് നീ തന്നെയാണ്. ഓ, രണ്ടുപേരും നല്ല ചേർച്ചയാ. എല്ലാരും പറയും ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ. അതെ, പരിപാടി എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ? പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം, തികച്ചും സ്വാഭാവികമായിട്ടുള്ള വിഷ്വലുകളും സ്വാഭാവികമായിട്ടുള്ള ഷോട്ടുകളുമാണ് എനിക്ക് ആവശ്യം. ആരും അഭിനയിക്കരുത്, എല്ലാവരും റിയാക്ട് ചെയ്താൽ മതി. നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. എന്ന് വെച്ചാ എന്താ ഗുരു? എടാ, വലിയ വലിയ ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടില്ലേ? അത് തന്നെ. ഉദാഹരണമായിട്ട് എന്നെ നോക്കിയേ, ഇങ്ങനെ. പിന്നെ ഇങ്ങനെ. ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചലനങ്ങളാണ് എനിക്ക് ആവശ്യം. ഓക്കെ, എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്താണല്ലേ? എന്റെ പൊന്നു ക്ലീറ്റസ്, ഇത്ര മേക്കപ്പ് ഒക്കെ മതി. അല്ല, കുട്ടി പോയി മോങ്ങ ഇടൂ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മേക്കപ്പ് തീരെ ഇഷ്ടമല്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. ആരെയും അടിച്ച് കയറ്റിക്കാണ് പുട്ടി. ഉള്ളത് പറഞ്ഞ നല്ല എണ്ണമുള്ള കുട്ടിയാണ്. ഇതിനെ വെച്ച് ഒരു പ്രീ മാരേജ് ഷൂട്ട് ചെയ്തതിന് ശേഷം ക്യാമറ കൈയോട്ട് തുടരേണ്ടി വന്നിട്ടില്ല. ഫുള്ള് റെസ്റ്റ്. അന്ന് ക്യാമറ കൂടെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വിഷ്ണു ആശാനും ഈ കുട്ടിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലെന്ന്.
ഫോട്ടോ മാച്ച് ആവുന്നത് ജീവിതത്തിൽ എങ്ങനെ മാച്ച് ആവുന്ന പറ. ആന്റി ദേ ഇനിയൊരു അക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. എന്റെ ക്ലീറ്റസ് തുടങ്ങാം. ശരി ശരി തുടങ്ങാം.